സുപ്രീം കോടതിക്കെതിരായ പരാമർശത്തിൽ ഉപരാഷ്ട്രപതിയെ വിമർശിച്ച് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതുകൂടാതെ കോടതിയെ സമീപിക്കാൻ തയ്യാറായിരിക്കുകയാണ് അഭിഭാഷകർ. എന്താണ് സർ കൂടുതൽ വിവരങ്ങൾ? സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? വിധികൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം, ഭരണഘടനയെ മറികടന്ന്, പാർലമെന്റിനെ മറികടന്ന് വിധി പ്രസ്താവം കോടതി ജഡ്ജിമാർ നടത്തുന്നത് രാജ്യത്തിന് ഉതകുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മുടെ കേരള ഗവർണർ ഇതിനെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP-യുടെ MP ആയിട്ടുള്ള നിഷികാന്ത് ദുബൈ, അത് സീനിയർ MP BJP-യുടെ, അദ്ദേഹം ഇതിനകത്ത് കോടതി നിയമസഭകളും പാർലമെന്റുകളും അടച്ചുപൂട്ടിയാൽ മതി, ഇനി കോടതി എല്ലാം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഒരുക്കമാണ് ഇതിനകത്ത് നിന്ന് വെളിയിൽ വരുന്നത് എന്നിപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം പല ഘട്ടങ്ങളിൽ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ, പല രീതിയിൽ രാജ്യത്തെ ഛിന്നഭിന്നമാക്കുന്നതിന് ശ്രമിക്കുന്ന വിഘടനവാദ ശക്തികൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഒരുപക്ഷെ ഒന്നും നടക്കാതെ വരുമ്പോൾ കോടതിക്കകത്ത് അല്ലെങ്കിൽ കോടതിയെയും അതിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അത് മറനീക്കി വെളിച്ചത്ത് വരുന്നത് പോലെ തോന്നുന്നു ഇപ്പൊ നമ്മൾ. കാരണം ഇതിനകത്ത് രണ്ട് ചേരിയാകുന്നു, ന്യായവും അന്യായവും അല്ല. കോടതി വിധി ഈ പറയുന്ന ഭരണഘടന കൊടുത്തിരിക്കുന്ന, ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന, രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്ന അവകാശത്തെ മറികടക്കുന്നത് പരിശോധിക്കണം. പാർലമെന്റിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റുകൾ. അതിനെ മറികടക്കുന്നതിന് കോടതിക്ക് അധികാരമല്ല, നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ ആണ് കോടതി ഉണ്ടാവേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അത് നിൽക്കെ ചില ജഡ്ജിമാർ ഈ പറയുന്നത് പോലുള്ള വിധി, അതായത് നമ്മളുടെ രാജ്യത്തിനെ ഭരണഘടനയെ മറികടക്കാൻ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തെ മറികടക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള വിധി, ആ വിധി അങ്ങനെ ആയാൽ നാളെ കാലത്തെ കേന്ദ്രവും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പോലും ഉലയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്തെ വിഭജിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വിധികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കി കോടതികളെ സമീപിക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാവും. ഇതാണ് അതിന്റെ രത്നച്ചുരുക്കം. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞതിനകത്ത് അന്യായമൊന്നും ഉള്ളതായിട്ട് ഇതിനെപ്പറ്റി സാധാരണ പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇന്നലെ തൊട്ട് കപിൽ സിബിൽ പത്രസമ്മേളനം വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു. പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞെന്താ, രൺവീർ സിംഗ് ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നിയമത്തെ അല്ലെങ്കിൽ ജഡ്ജിമാരെ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയുമ്പോൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? രാഷ്ട്രപതിക്കും ഗവർണർക്കും സവിശേഷ അധികാരമില്ല. അത് അങ്ങനത്തെ ഒരു കാര്യമില്ലല്ലോ. അങ്ങനെയാണ് പത്രങ്ങൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതേ രീതിയിൽ സാധാരണ ഒരു പത്രം വായിക്കുന്നവൻ ഹെഡിങ് മാത്രം വായിക്കുന്നവന് രാഷ്ട്രപതിക്കും ഗവർണർക്കും യാതൊരു അധികാരമില്ലെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരുക്കം നടത്തുന്നു. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സമരവുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോയാൽ, അതായത് കോടതി വിധികളെ മാനിക്കാതെ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കളെ മാനിക്കാതെ ഇവിടുത്തെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രചരണം രാജ്യത്തുടനീളം അഴിച്ചു വിടുകയും ആ പ്രചരണം ലോക നിലവാരത്തിൽ എത്തിക്കുകയും ലോകരാജ്യങ്ങൾ പോലും, അല്ല നമ്മുടെ ഈ ലോകരാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കകത്ത് ഓരോ രാജ്യവും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ലോകക്രമം ഉണ്ടല്ലോ. അതിനകത്ത് ആ രാജ്യത്തെ സുപ്രീം കോടതി, ഭരണഘടന, മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം അനുസൃതമായിട്ടായിരിക്കണം ആ രാജ്യം പ്രവർത്തിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ലോകക്രമത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളെ ലോക രാജ്യങ്ങൾ പൊതുവെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യം എന്നുള്ള രീതിയിലൊക്കെ അംഗീകരിക്കുന്നു. അപ്പം ഇതേ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമാകുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിക്കുന്നു. അതായത് പല ഘട്ടങ്ങളിലും ഈ പറയുന്നത് പോലെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് വന്നിട്ടുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന്, ഒരു രാജ്യത്തെ ശിഥിലീകരിക്കുന്നതിന് ഉതകുന്ന രീതി അല്ലെങ്കിൽ ശിഥിലീകരിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന കക്ഷികൾ ഇപ്പൊ കോടതിയെയും അതിന് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കാം എന്ന് നേരത്തെ ആശങ്കപ്പെട്ടിട്ടുള്ളതാണ് പലരും. ഇപ്പൊ കോടതിയെയും അതിന് ഉപയോഗിക്കുന്നു.
അത്തരത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന വിഘടനവാദ ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്ന ശക്തികൾക്ക് കൂട്ടുപിടിക്കാൻ ഉതകുന്ന ജഡ്ജിമാർ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ജഡ്ജ്മെന്റ്. ഈ കൂട്ടായ്മയ്ക്ക് ഇത് മനഃപൂർവ്വം BJP ചെയ്തതാ. ഇപ്പൊ ഉപരാഷ്ട്രപതി ഒരു കാര്യം ഇത്തരത്തിൽ സംസാരിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കക്ഷികളോട് ആലോചിക്കാതെ സംസാരിക്കത്തില്ല. BJPയുടെ പ്രധാനപ്പെട്ട MP-മാർ എക്സിൽ ഈ പറയുന്ന പാർലമെന്റ് അടച്ചിടുന്നതാണ് അല്ലെങ്കിൽ നിയമസഭ അടച്ചിടുന്നതാണ് നന്നാവുക, ഇനിയും കോടതി ഭരിക്കട്ടെ എന്ന് പറയുന്ന കാര്യം ആലോചിക്കാതെ പറയത്തില്ല. പക്ഷെ ഇത് പറഞ്ഞതിന് ശേഷം BJPക്കെതിരെ അല്ല, ഈ കോടതി വിധിയെ അല്ലെങ്കിൽ അനുകൂലിച്ച് പ്രതിപക്ഷ കക്ഷികളും നമ്മൾ പല പ്രത്യേക കേസുകൾ, ഇത്തരത്തിലുള്ള കേസുകൾ മാത്രം പരിഗണിക്കുന്ന ചില ആൾക്കാരുടെ കൂട്ടത്തിൽ വരുന്ന ഈ കപിൽ സിബലും ഒക്കെ പരിഗണിക്കുന്ന കേസുകളെ പറ്റി നമ്മൾ ദീർഘമായിട്ട് പുറകോട്ട് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ വിഘടനവാദികളുടെ കേസ് ഏറ്റെടുക്കുന്ന നേതാക്കൻ അല്ലെങ്കിൽ വക്കീലന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ് കപിൽ സിബൽ. അപ്പൊ അദ്ദേഹമാണ് ഇതിനൊരു കൂട്ടായ്മ കോടതിക്കകത്തുണ്ടാക്കുന്നത്, പത്രസമ്മേളനം വിളിച്ച് അതിനകത്ത് ഒരു ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ലോകത്തുടനീളം ഒരു ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇതിനെയും കോടതിയിൽ ഉപരാഷ്ട്രപതിയെ പുറത്താക്കണമെന്നുള്ള രീതിയിലേക്ക് ചില നീക്കങ്ങൾ നടത്താൻ ചില വക്കീലന്മാർ തയ്യാറാവുന്നത്. അപ്പൊ ഇത് ഈ ഒരു വിഷയം വലിയൊരു വിഷയമാക്കിയിട്ട് രാജ്യത്തുടനീളം പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതായത് പല രീതിയിലുള്ള കലാപങ്ങൾ ഓരോ വിഷയത്തിന്റെ മറവിൽ രാജ്യത്ത് ഉരുത്തിരിച്ചതുപോലെ ഇല്ലാത്ത ഒരു വിഷയം, ന്യായമില്ലാത്ത ഒരു വിഷയം അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞതിനെ കൂട്ടുപിടിച്ച് കോടതി സംവിധാനങ്ങളെ അല്ലെങ്കിൽ നേരാംവണ്ണം നിയമ നിർമ്മാണം അല്ലെങ്കിൽ നിയമം നടപ്പാക്കാൻ കോടതിയെ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു പ്രചരണത്തിന് വേണ്ടി ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രാജ്യത്തുണ്ടാകുന്നു. അത് പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക താല്പര്യമുള്ള ജഡ്ജിമാരും അല്ലെങ്കിൽ വക്കീലന്മാരും പ്രതിപക്ഷ കക്ഷികളും ഇവരെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ നേരത്തെ വിഘടനവാദ ശക്തികളെ സഹായിക്കുന്ന രീതിയിൽ പല മുഖങ്ങളായിട്ട് നിന്നിട്ടുള്ളവരും ഒക്കെ ആകുമ്പോൾ ഇത് നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇത് അറിയാതെ പറഞ്ഞതല്ല ഉപരാഷ്ട്രപതി, അറിയാതെ പറഞ്ഞതല്ല BJP നേതാക്കന്മാർ. ഇതിന്റെ റിഫ്ലക്ഷൻ എവിടെയുണ്ട്, ആരൊക്കെ ഇതിന്റെ പുറകിൽ പിടിച്ച് പുറത്തു ചാടും എന്നറിയാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിനകത്തും അല്ലെങ്കിൽ അത്തരത്തിൽ ആരൊക്കെ ഉണ്ട് ഈ പറയുന്ന വിഘടനവാദ ശക്തികളുടെ കൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടാവുന്നതിന് വേണ്ടി ഒരു പക്ഷേ ജഡ്ജിയെ സ്വാധീനിച്ച വക്കീലന്മാർ അല്ലെങ്കിൽ സീനിയർ സുപ്രീം കോടതി വക്കീലന്മാർ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് BJP ഇത്തരത്തിൽ ഒരു പ്രസ്താവന മുതിർന്ന ഉപരാഷ്ട്രപതിയും ഗവർണർമാരെയും അല്ലെ ചില മുതിർന്ന MP-മാരെയും ഒക്കെ കൊണ്ട് നടത്തിയത്. അപ്പോൾ അതിന്റെ യഥാർത്ഥ മുഖം വെളിയിൽ വന്നപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ ദേശീയ നന്ദ പറഞ്ഞിരിക്കുന്നു, ഇവർ നടത്തിയ പ്രസ്താവനകളുമായിട്ട് BJPക്ക് ബന്ധമില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ബന്ധമില്ല. അതങ്ങനെ പറഞ്ഞതിനകത്തും ഒരു കാര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്കകത്ത് BJPക്ക് ബന്ധം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പിടിച്ച് കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി സാധിക്കും. അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. അത് BJP തന്ത്രപ്രധാനമായിട്ട് പല സമരങ്ങളും ആദ്യഘട്ടങ്ങളിൽ ഈ സമരങ്ങൾ നടക്കുമ്പോൾ നിസ്സഹകരണം അല്ലെങ്കിൽ സമരത്തിനകത്ത് ഇടപെടാതിരിക്കുകയും സമരം മൂർച്ഛിപ്പിക്കുകയും സമരത്തിനകത്ത് പുറകിൽ നിന്ന് കളിച്ചവരുൾപ്പെടെ വെളിയിൽ വരികയും അവരെ പിടികൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ പല കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ കണ്ടതാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഒരു നിയമം അല്ലെങ്കിൽ ഭരണഘടനയെ മറികടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശങ്ങളെ മറികടക്കുന്ന രീതിയിൽ വന്നപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി BJP അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, ഗവർണർ, ചില സീനിയർ MP-മാരൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ആ അഭിപ്രായത്തിന്റെ പിറകിൽ കൂടിയവർ ആരൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ കളിക്കുന്നവർ ആരൊക്കെ, ഇത്തരത്തിൽ ഈ കോടതിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിഘടനവാദ ശക്തികളെ സഹായിക്കുന്ന ആരൊക്കെ എന്ന് അറിയുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏതായാലും രാജ്യത്തിന് ഗുണം ഉണ്ടാകുന്ന ഒരു രീതിയല്ല കോടതിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ചില ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ആണ്. ഇത് നമ്മളുടെ പാകിസ്ഥാൻ ഉൾപ്പെടെ അല്ലെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ
ഛിന്ന ഭിന്നമാകുന്ന രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു സ്വഭാവമാണ്. ഇത് മുളയിലേ നുള്ളേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആലോചന ഉണ്ടാകും, തടയിടും എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.